രാജ്യം വീണ്ടും ജാഗ്രതയിലേക്ക് നീങ്ങുന്നു. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രം വിളിച്ചു ചേർത്ത യോഗം സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നിലവിലെ സാഹചര്യം, കോവിഡ് സ്ഥിതിഗതികൾ, മുൻകരുതൽ നടപടികൾ തുടങ്ങിയവ വിലയിരുത്തി. രാജ്യത്ത് നിലവിൽ 2311 ആക്റ്റീവ് കേസുകളാണുള്ളത്. ഇതിൽ 2041 കേസുകളും കേരളത്തിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ പകുതിയിലധികം കേരളത്തിൽ, 292 കേസുകൾ. 3 മരണവും റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ നടപടികളുടെ പര്യാപ്തത ഉറപ്പാക്കാൻ എല്ലാവരോടും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം JN1 ഉപവകഭേദം രാജ്യത്ത് 19 പേർക്ക് കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 18 കേസുകൾ ഗോവയിലും 1 കേസ് മഹാരാഷ്ട്രയിലുമാണ്. ഗോവയിലെ 18 പേർക്കും ഇതിനോടകം തന്നെ രോഗം ഭേദമായിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് ഇതിനോടകം 20 JN1 ഉപവകഭേദ കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 18ഉം ഗോവയിൽ. ഒരൊറ്റ പരിപാടിയുമായി ബന്ധിപ്പിക്കാം ഈ 18 കേസുകളെയും. ആഴ്ചകൾക്ക് മുൻപ് മാത്രം നടന്ന ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളാണ് ഈ 18 JN1 ഉപവകഭേദ കേസുകളും. സംസ്ഥാനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും കേന്ദ്രം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20%. ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന നിർദ്ദേശം നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഈ ശൈത്യകാലത്തും വരുന്ന ഉത്സവകാലത്തും സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ സംസ്ഥാനങ്ങൾ തയ്യാറാക്കണം. നിലവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രം നിർദ്ദേശിച്ച മോക്ക് ഡ്രില്ലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.